ഗായ്സ് വെൽക്കം ബാക്ക് ടു ദ വീഡിയോ. ഓക്കെ, അപ്പോൾ ഗായ്സ് നമ്മളെന്തായാലും വന്നേക്കണമെന്ന് വെച്ചാൽ ഗൈസ് നമ്മുടെ ഇന്ത്യൻ ബൈക്ക് ഡ്രൈവിംഗ് 3D കണക്ക് ഒരു പുതിയൊരു കിടുക്കാച്ച് വീഡിയോ ആയിട്ടാണ് ഗൈസ് ഇന്നെന്തായാലും വന്നേക്കണം. ഓക്കെ, എൻ്റെ ചാനൽ ഇട്ട് ആരെങ്കിലും ലൈക്ക് ചെയ്തിട്ടുണ്ട് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാനെടുത്തുള്ള ബെല്ലൈക്കനും കൂടെ ഒന്ന് എനേബിൾ ചെയ്താൽ എൻ്റെ അടുത്ത വീഡിയോ നിങ്ങൾക്ക് അപ്പോൾ തന്നെ എന്തായാലും നോട്ടിഫിക്കേഷൻ ആയിട്ട് എന്തായാലും എനേബിൾ ആവുന്നതാണ്. ഓക്കെ, അപ്പോൾ ബാക്കി കാര്യങ്ങളെല്ലാം ഓക്കെയാണ്. അപ്പോൾ ഇന്നെന്തായാലും നമ്മുടെ വെബ് സീരീസുമായിട്ടാണ് ഗൈസ് ഇന്നെന്തായാലും വന്നേക്കണത്. ഓക്കെ, അപ്പം എല്ലാ കാര്യങ്ങളെല്ലാം തന്നെ എന്തായാലും ഫുള്ളായിട്ട് എന്തായാലും ഓക്കെ കാര്യങ്ങളൊക്കെയാണ്. ഓക്കെ, അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ കാര്യങ്ങളൊക്കെ നമുക്ക് നൈസായിട്ട് അങ്ങ് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, അപ്പം ലെറ്റ്സ് ഗോ സ്റ്റാർട്ട് ഇട്ട് ഗൈസ്. ഓക്കെ, ഓക്കെ ഗായ്സ്, എന്തായാലും ഇവിടെ ഇപ്പം എന്തായാലും ഞാൻ രാവിലെ തന്നെ എണീറ്റിട്ട് ഉണ്ട്. ഓക്കെ, രാവിലെ തന്നെ എണീറ്റ് നമ്മളെന്തായാലും ഫുള്ളായിട്ട് ഫുഡൊക്കെ കഴിച്ച് നമ്മൾ കുളിച്ച് വൃത്തിയൊക്കെ നിൽക്കുകയാണ്. ഓക്കെ, കഴിഞ്ഞ ദിവസമാണെങ്കിൽ നമ്മളാണെങ്കിൽ മറ്റേ ബാങ്കിൽ നിന്നൊക്കെ നമ്മൾ അടിച്ചു മാറ്റി എല്ലാ ക്യാഷ് നമ്മളെന്തായാലും പോലീസ് സ്റ്റേഷനിൽ നിന്നും കാര്യങ്ങളൊക്കെ എന്തായാലും നമ്മൾ ഫുള്ളായിട്ട് എന്തായാലും തിരിച്ചെന്തായാലും അടിച്ചു മാറ്റി എടുത്തിട്ട് ആ ഒരു ഗോൾഡ് ഡയമണ്ട്സും ബാക്കി സാധനങ്ങളെല്ലാം നമ്മൾ ക്യാഷാക്കി മാറ്റി എടുത്തിട്ട് എന്തായാലും ഉണ്ട്. ഓക്കെ, പിന്നെ കൈസ് ആ ക്യാഷ് വെച്ച് വാങ്ങിച്ചാണ് ഈ ഒരു സൈക്കിളും കാര്യങ്ങളും. ഓക്കെ, വേറെ ലെവലായിട്ടുള്ള ഒരു സൈക്കിളും കാര്യങ്ങളൊക്കെ തന്നെയാണ്. ഓക്കെ, പിന്നെ നമ്മുടെ അച്ഛൻ്റെ വണ്ടിയും കാര്യങ്ങളൊക്കെ ഇവിടെ കിടപ്പുണ്ട്. അച്ഛൻ്റെ ഫെറാറിയും കാര്യങ്ങളൊക്കെ എന്തോ ഒരു ആവശ്യത്തിനും കാര്യങ്ങളൊക്കെ ഈ വണ്ടി ഇവിടെ ഇട്ടിട്ട് പോയതാണ്. പിന്നെ അവിടെ ബാക്കി ബൈക്കുകളും ബാക്കി സംഭവങ്ങളൊക്കെ എല്ലാം തന്നെ എന്തായാലും നമുക്കെന്തായാലും ശരിയാക്കി എന്തായാലും കിട്ടിയിട്ടുണ്ട്. ഓക്കെ, പിന്നെ നമ്മുടെ കാറുകളും ബാക്കി കാര്യങ്ങളൊക്കെ എന്തായാലും ഇവിടെ എന്തായാലും കിടപ്പെന്തായാലും ഉണ്ട്. ഓക്കെ, നമ്മുടെ GTR, ഫെറാറി, സ്കോർപ്പിയോ എല്ലാം എന്തായാലും തിരിച്ചെന്നാൽ റെഡിയാക്കി. നമ്മൾ GTRൻ്റെ കളറുകളൊക്കെ ചേഞ്ച് ചെയ്തു. നമ്മൾ നൈസായിട്ട് ബ്ലൂ ആക്കിയിട്ടുണ്ട് നമ്മുടെ ആ ഒരു കളറും കാര്യങ്ങളും. ഓക്കെ, പിന്നെ സ്കോർപ്പിയോ ബാക്കി എല്ലാ വണ്ടികളും സെറ്റാണ്. പിന്നെ അവിടെ വീട് ഇച്ചിരി കൂടെ പണിയൊക്കെ ചെയ്യാനുണ്ട്. ഓക്കെ, പിന്നെ അവിടെ ബൈക്ക് സാധനങ്ങളൊക്കെ ഇവിടെ ഇരിപ്പുണ്ട്. പിന്നെ അച്ഛൻ്റെ കാറൂടെ കിടപ്പുണ്ട്. ഓക്കെ, അച്ഛൻ ഇവിടെ ഇട്ടിട്ട് വേറെ ഏതോ വണ്ടിയിൽ എന്തോ കയറിപ്പോയതാണ്. ഓക്കെ ഗൈസ്, നമുക്കൊരു കോള് കാര്യങ്ങളൊക്കെ വരെയാണ്. ഇതാരാണെന്ന് എനിക്കൊരു പിടിയും തന്നില്ല. നമുക്ക് നല്ല നൈസൊരു ഫോൺ കാര്യങ്ങളൊക്കെ എടുത്ത് നോക്കാം. ഓക്കെ ഗൈസ്, ഇത് നമ്മുടെ പഴയ ഒരു ഫ്രണ്ട് കാര്യങ്ങളൊക്കെയാണ്. ഓക്കെ, നമ്മളാണെന്നാലും പണ്ടെന്നാലും കോളേജിൽ കാര്യങ്ങളൊക്കെ പഠിച്ചപ്പോൾ നമ്മളോട് ഉണ്ടായിരുന്ന ഒരു ഫ്രണ്ടാണ്. ഇവ എന്തിനാണ് ഇപ്പോൾ വിളിക്കണേന്ന് എനിക്കറിയണം. ഇവന് ഞാനും എന്നും അടിയായിരുന്നു. ഓക്കെ, ഇവന് ഞാൻ തമ്മിൽ ഭയങ്കര വലിയ വഴക്കൊക്കെയാണ്. ഓക്കെ, ഇവ എന്തിനാണെന്ന് വിളിക്കണം. നമുക്ക് ഫോൺ എടുത്ത് നോക്കാം. ഓക്കെ, ഹലോ, എന്താടാ നീ വിളിച്ചാ? ഓ, നീ അപ്പം ഞങ്ങളെ ഒന്നും മറന്നിട്ടില്ലല്ലേ? നിന്നെയൊക്കെ എങ്ങനെയാടാ നീ മറക്കാൻ പറ്റും? അമ്മാതിരി 8ൻ്റെ പണിയല്ലേ നീയൊക്കെ എനിക്ക് തന്നത്. ഓ, അതൊക്കെ ശരി തന്നെ. പക്ഷെ ഇപ്പം വിളിച്ചത് ഞാൻ ഒരു ഇമ്പോർട്ടൻറ്റ് കാര്യം പറയാനാണ്. നീ പറ, എന്ത് കാര്യം? ഞാനും നീയും തമ്മിൽ ഇന്നൊരു റേസ് വയ്ക്കാൻ പോകുന്നത്. എന്താണ് റേസ്? അതൊക്കെ ഉണ്ട്. നീ ഫസ്റ്റ് നിൻ്റെ വീടിൻ്റെ അടുത്തുള്ള എയർപോർട്ടിൽ വാ. ഒരു അടിപൊളി റേസാണ്, ബെറ്റ് വെച്ചിട്ടുള്ള റേസാണ്. നീ പെട്ടെന്ന് അങ്ങ് വാ. ശരിതാ ഞാൻ പറഞ്ഞ. അല്ല, എന്ത് റേസ് എന്ന് പറ. എടാ പറയാമടാ, നീ അത് ഇഞ്ഞ് വാടാ, എന്നിട്ടല്ലേ ബാക്കി കാര്യങ്ങളൊക്കെ. ശരിയെന്നാ ഞാൻ വെക്കണേ. ഓക്കെ, ഇവയിപ്പോൾ എന്തിനാണെന്ന് എന്നെ വിളിച്ചത്? റേസിനൊക്കെ വിളിക്കുകയാണെന്ന് തോന്നുന്നു. ഇവൻ ബെറ്റും കാര്യങ്ങളൊക്കെ വെച്ചേക്കാണ് കേട്ടോ ഗൈസ്. ഓക്കെ, ബെറ്റും കാര്യങ്ങളൊക്കെ വെച്ചേക്കാണ്. ഓക്കെ, നമുക്കെന്തായാലും നമ്മുടെ ഈ ZX10R നൈസായിട്ട് നീക്കിയിടാം. ഓക്കെ, ഒരു മിനിറ്റ് ഗൈസ്, ഞാൻ എന്തായാലും ഈ വണ്ടികളൊക്കെ നീക്കിയിടട്ടെ. ഓക്കെ, അപ്പോൾ ഗൈസ് നമ്മളെന്തായാലും അതും നമ്മളെന്തായാലും നൈസായിട്ട് എടുത്ത് എന്തായാലും മാറ്റിയിട്ടുണ്ട്. എന്നിട്ട് നമ്മളെന്തായാലും അച്ഛൻ്റെ ഫെറാറിയും എടുത്ത് നീക്കിയിടട്ടെ. എന്നാലും നമുക്ക് നമ്മുടെ GTR എടുക്കാൻ പറ്റുമോ? ഞാൻ ആദ്യം വിചാരിച്ച് നമ്മുടെ ഫെറാറി എടുത്തുകൊണ്ട് നമുക്ക് ഈ ഒരു റേസിങ്ങളൊക്കെ എന്തായാലും പാർട്ടിസിപ്പേറ്റുകളൊക്കെ ചെയ്യാമെന്ന്. പക്ഷേ അത് ഞാൻ ചെയ്യണില്ല. കാരണം വെച്ചാൽ ഫെറാറിയെക്കാട്ടും കൂടുതൽ സ്പീഡുകളൊക്കെ GTRനാണെങ്കിൽ, അതുകൊണ്ട് GTR വെച്ചുകൊണ്ട് നമുക്ക് ചെയ്യാം ഗൈസ്. ഓക്കെ, നമ്മളെന്തായാലും നൈസായിട്ട് GTR എടുക്കാനായിട്ട് വേണം. നമ്മുടെ ബ്ലൂ കളർ GTR ആണെങ്കിൽ അത് വണ്ടിയുടെ കളറൊക്കെ മാറ്റി വേറെ ലെവലാക്കിയിട്ടുണ്ട്. ഓക്കെ, നമുക്കപ്പോൾ GTR എടുത്തുകൊണ്ട് നേരെ എന്തായാലും അങ്ങോട്ട് എന്തായാലും പോവാൻ ഗൈസ്. ഓക്കെ, അപ്പോൾ ഞാൻ എന്തായാലും GTR നൈസായിട്ട് ഞാൻ വളച്ചെടുത്തിട്ടുണ്ട്. നമ്മുടെ വീടിൻ്റെ ഫ്രണ്ടിലെന്നാണ് അവൻ പറഞ്ഞത്. ഓക്കെ, എനിക്കറിയത്തില്ല ഗൈസ്, ചിലപ്പോൾ അവിടെ ഉണ്ടായിരിക്കും ഫ്രണ്ടിലെന്നാണ്, പക്ഷെ അവൻ പറഞ്ഞത്. ഓക്കെ,
നമുക്കെന്തായാലും അങ്ങോട്ട് പോയി നോക്കാം. ഓക്കെ, ഞാൻ എന്തായാലും പതുക്കെ വണ്ടികളൊക്കെ ഇറക്കി. വണ്ടി ഇതിൽ സർവീസ് ചെയ്ത് ഇറക്കിയാലോ ഈ റേസ് കഴിയുമ്പോൾ എന്താവും എന്തോ. ഓക്കെ, നമുക്ക് ഇന്നലെ എല്ലാ വണ്ടിയും കിട്ടിയായിട്ട് നമ്മൾ ഒരാഴ്ചയ്ക്ക് മുമ്പാണ് കഴിഞ്ഞ വീഡിയോകളൊക്കെ ഇട്ടത്. ഓക്കെ, അപ്പോൾ നമുക്കെന്തായാലും നൈസായിട്ട് എന്തായാലും വന്നിട്ട് എന്തായാലും ഉണ്ട്. ഓക്കെ ഓക്കെ ഗൈസ്, ഇവിടെ ഒരു താറും ഞങ്ങൾ കിടപ്പുണ്ട്. ഓക്കെ ഗൈസ്, ഇത് നമ്മുടെ മഹീന്ദ്ര താറ് മറ്റേ എർത്ത് എഡിഷനും കാര്യങ്ങളൊക്കെയാണ്. ഓ, ഇവൻ്റെ വണ്ടി ഇതാ കുറേ വർഷങ്ങൾക്ക് ശേഷം കാണുന്നതാണ്. പണ്ട് കോളേജിൽ നമ്മൾ മാരുതി സുസുക്കി സ്വിഫ്റ്റാണ് കൊണ്ടുപോയത്. ഇവന് സൂപ്പറായി കൊണ്ടായിരുന്നു. ഇപ്പം ഇവൻ്റെ സൂപ്പറായി കൊടുത്ത് താറ് വാങ്ങിച്ചാൽ. ഓക്കെ, അവ ഇവിടെ നിൽപ്പുണ്ടോ, കാര്യങ്ങൾ സംസാരിക്കും. ഓക്കെ, ആ എടാ നീ വന്നല്ലേ. അപ്പോൾ റേസിൻ്റെ റൂൾസും ബാക്കി സംഭവങ്ങളൊക്കെ ഞാൻ എന്തായാലും പറഞ്ഞുതരാം. റേസിൻ്റെ റൂൾസ് എന്താണെന്ന് വെച്ചാൽ, ഈ ഒരു റേസ് എന്ന് വെച്ചാൽ ബെറ്റ് വെച്ചിട്ടുള്ള റേസാണ്. തമ്മിൽ ഞാനും നീയും. അഥവാ ഞാനിപ്പം ജയിച്ചു കഴിഞ്ഞാൽ നിൻ്റെ GTR എനിക്ക് തരണം. നീ ജയിക്കുകയാണെങ്കിൽ എൻ്റെ താറേ നിനക്ക് തരും. അപ്സെറ്റാണോ നിനക്ക്? എനിക്കെന്ത് അപ്സെറ്റഡേ, ഞാൻ ഇത് എപ്പോഴേ അക്സെപ്റ്റ് ചെയ്ത്. വാ കളിക്കാം, എന്നിട്ട് നമുക്ക് ബാക്കി കാര്യങ്ങളൊക്കെ നോക്കാം. ഓ, ഞാൻ തന്നെ ഈ റേസിൽ ജയിക്കും. കാരണം വെച്ചാൽ എൻ്റെ വണ്ടിക്ക് ടർബോ ചാർജറും എല്ലാം ഉണ്ട്. നിൻ്റെ GTRന് ഒരു തേങ്ങയല്ലടാ. വണ്ടി കയറി കളിക്കാൻ നോക്കടാ, നീ കാണാടാ നമുക്ക്. ഓക്കെ, ഇവൻ നമ്മളെ വെല്ലുവിളിച്ച് അവൻ ജയിക്കും എന്നൊക്കെ പറയണം. ഓക്കെ, അപ്പോൾ നോക്കാം. ഓക്കെ, അവൻ എന്തായാലും അനൗൺസ് ചെയ്താണ്. ഓക്കെ, ഓൺ എ മൗത്ത് ഗെറ്റ് സെറ്റ് ഗോ. ഓക്കെ, ഇവിടെ ഇപ്പോൾ എന്തായാലും അവൻ എന്തായാലും ഗോ പറയുമ്പോൾ ഞാൻ വണ്ടികളൊക്കെ ചവിട്ടി വിടണം. ഓക്കെ, എങ്ങനെയെങ്കിലും തട്ടാതെയും മുട്ടാതെയൊക്കെ നമുക്ക് വണ്ടി ഇടിക്കാതെ മാക്സിമം ഓടിക്കും. ഓക്കെ, അവൻ നമ്മുടെ പുറകെ തന്നെ വരെയാണ്. ഓക്കെ, എൻ്റെ മോനെ നമ്മൾ വണ്ടി കൊണ്ട് കത്തിച്ചുവിടുകയാണ്. അവൻ നമ്മുടെ പുറകെ തന്നെ വരെയാണ്. ഓക്കെ, എൻ്റെ വണ്ടി കൊണ്ട് കത്തിച്ചിടാം. ഓക്കെ ഗായ്സ്, എന്തായാലും അവൻ എന്തായാലും ഇവിടെ ഇപ്പോൾ എന്തായാലും വണ്ടി കൊണ്ട് എന്തായാലും കത്തിച്ചെന്തായാലും വിട്ടിട്ടുണ്ട് ഗായ്സ്. ഓക്കെ, ഞാൻ എന്തായാലും അവൻ്റെ പുറകെ തന്നെ എന്തായാലും നമ്മുടെ താറും എടുത്തുകൊണ്ട് കത്തിച്ചെന്തായാലും പോകണം. ഇത് ഇച്ചിരി സീനാണോ എന്ന് വെച്ചാൽ അവനെ പിടിക്കാനായിട്ടൊക്കെ. ഞാൻ എന്തായാലും വണ്ടിയും കൊണ്ട് എന്തായാലും കത്തിച്ചെന്തായാലും വിടാണ്. ഓക്കെ ഓക്കെ, അവൻ്റെ വണ്ടിയുടെ കിടക്കണം. അവൻ്റെ വണ്ടി ഒന്ന് ഇടിച്ചെന്തോ നിന്നെന്തോണം എനിക്കറിയത്തില്ല. നമുക്ക് എന്തായാലും ഇതും കൊണ്ട് കത്തിച്ചെന്തായാലും വിടാം. ഓക്കെ ഓക്കെ ഗായ്സ്, ഞാൻ എന്തായാലും ഇവിടെ നിന്ന് സ്പീഡിൽ ഇങ്ങനെ വന്ന സമയത്ത് വേറൊരു ബുഗാട്ടിയിൽ കൊണ്ട് നൈസായിട്ട് ഇടിച്ചു. നോക്കി വഴി കൂടെ ഓടിക്കൊണ്ടിരുന്ന നോർമൽ ബുഗാട്ടിയാണ്. ഓക്കെ, അപ്പോൾ എൻ്റെ വണ്ടി നൈസായിട്ട് നിന്നുപോയി. ആ സമയത്ത് മറ്റേ അവൻ എന്തായാലും അവൻ്റെ താറും എടുത്തുകൊണ്ട് കത്തിച്ച് നൈട്രോ ഇട്ട് പറന്നങ്ങ് പോയി. ഓക്കെ, അവൻ്റെ വണ്ടിയിൽ നൈട്രോ ഉള്ളതുകൊണ്ടാണ് അവൻ ജയിച്ചത്. ഞാൻ എന്തായാലും അവനെ ഓവർടേക്ക് ചെയ്തിട്ടുണ്ട്. നമ്മുടെ വണ്ടി സുഖമായിട്ട് ജയിക്കും വെച്ചാൽ ഈ വണ്ടിക്ക് അത്രയ്ക്ക് സ്പീഡ് കാലൊക്കെയാണ്. ഓക്കെ ഓക്കെ ഗായ്സ്, ഫൈനലി ഗായ്സ് ഞാൻ അങ്ങനെ ജയിച്ചേക്കാണ്. അയ്യോ, നമ്മുടെ നിസാൻ GTRൻ്റെ ഡോറൊക്കെ പോയി. അതൊന്നും കുഴപ്പമില്ല, നമുക്ക് താറ് കിട്ടില്ല, അത് മതി. ഓക്കെ, നമുക്കപ്പോൾ എന്തായാലും നമ്മുടെ GTR ഇവിടെ ഇടാം. അതൊക്കെ എടുത്ത് ശരിയാക്കി വയ്ക്കും. ഓക്കെ, പിന്നെ ഈ റേസിനാവാൻ വേറൊരു കാര്യം കൂടെ പറഞ്ഞു. ഓക്കെ, നമുക്ക് വെറും താറ് മാത്രമല്ല കിട്ടണം, നമുക്ക് ഇതും കൂടെ കിട്ടും ഗൈസ്, ക്യാഷ്. ഓക്കെ ഓക്കെ, ഞാൻ നേരത്തെ ഒരു ക്യാഷിൻ്റെ കാര്യം ഞങ്ങൾക്ക് പറഞ്ഞില്ല ഗൈസ്. ഓക്കെ, ആ ക്യാഷ് എന്ന് വെച്ചാൽ $10 മില്യൺ. ഓക്കെ, നമുക്കത് രണ്ട് ചോദിക്കും. അവ എന്തായാലും വന്നിട്ടുണ്ട്. ഓക്കെ, പൈസയും സാധനങ്ങളൊക്കെ ഇട്. എന്തോണ് പൈസ, ഏത് പൈസ, എങ്ങനത്തെ പൈസ, ഏത് വണ്ടി, എങ്ങനത്തെ വണ്ടി, ഏത് ടൈപ്പ് വണ്ടി. ചുമ്മാ കയറി കളിക്കല്ലേ, ഞാൻ അടിച്ച് കയറ്റി തരുന്നു ഞാൻ മണ്ടക്കിട്ട്. മര്യാദയ്ക്ക് എനിക്ക് വണ്ടിയുടെ ചാവി ബാക്കി സാധനങ്ങളും എല്ലാം താ. അതുപോലെ എനിക്ക് ഇപ്പം തന്നെ $10 മില്യൺ തരണം. നീ പറയാം ഏത് $10 മില്യൺ, എങ്ങനത്തെ $10 മില്യൺ? ഞാൻ അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല. ഞാൻ ജസ്റ്റ് ഒരു റേസേ വെച്ചുള്ളൂ, ബെറ്റും കുറ്റമൊന്നുമില്ല. ഞാൻ വെച്ച റേസ് സെക്കൻഡ് അടിക്കണ ആളുടെ റേസാണ്. ഓക്കെ, ഇപ്പം ഞാനാണ് ജയിച്ചത്, അതുകൊണ്ട് നിൻ്റെ GTR എല്ലാം എനിക്കാണ് തരണത്. ഡേ ചുമ്മാ കളിക്കാതെ എൻ്റെ വായിരിക്കണ ചീത്ത വിളിയേക്കാനാണ് നീ പറഞ്ഞ. നീ ചീത്ത വിളിച്ചോ, എനിക്കൊരു കുഴപ്പമില്ല. ഡേ എന്നെ കൂടുതൽ ദേഷ്യം പിടിക്കുക. മര്യാദയ്ക്ക് പൈസയും വണ്ടിയും താ, അല്ലെങ്കിൽ ഇപ്പം ഇങ്ങനെ ഇരിക്കും. അയ്യോ, എന്നെ അവൻ ഇടിച്ചിട്ടേ അമ്മച്ചി. ഓക്കെ, ഞാൻ അവനെ ഇടിച്ചിട്ടുണ്ട്. അവൻ്റെ പാൻറ്റിൽ നിന്ന് ഞാൻ പോക്കറ്റിൽ നിന്ന് നൈസായിട്ട് ഞാൻ താക്കോലിങ്ങളൊക്കെ എടുത്തിട്ടുണ്ട്. നമുക്ക് ഇതുമൊക്കെ മതി, നമുക്ക് എർത്തടിച്ചാൽ മതി. ഇതൊന്ന് സർവീസ് ചെയ്തൊന്ന് എടുക്കണം. അവൻ ഓടിച്ചോടിച്ച് ചെറിയ ഡാമേജ് ഉണ്ട്. അവയുടെ നടുറോട്ടി കിടക്കുകയാണ്. ഓക്കെ, കുഴപ്പമില്ല, ബോധം വന്നപ്പോൾ വല്ല ഓട്ടയും പിടിച്ച് വെക്കുള്ളൂ. ഓക്കെ, നമുക്കെന്തായാലും ഇതും കൊണ്ട് നേരെ അവിടെ പുതിയ വീട്ടിലോട്ടേക്ക് പുതിയ വണ്ടി. പോലീസുകാരവിടെ വീടൊക്കെ അടിച്ച് നശിപ്പിച്ചതിന് ശേഷം നമ്മുടെ പുതിയ വണ്ടി ഇതാണ്. ഓക്കെ, എൻ്റെ മോൻ, നമുക്കിപ്പോൾ 4 വണ്ടിയുണ്ട്. വെറും ഒരു വണ്ടി ഉണ്ടായിരുന്നു നമ്മളായിരുന്നു, നമുക്കിപ്പോൾ 4 വണ്ടിയുണ്ട്. ഓക്കെ, മഹീന്ദ്രയുടെ സ്കോർപ്പിയോ, മഹീന്ദ്ര താറ്, പിന്നെ ഫെരാറി, പിന്നെ നമ്മുടെ
GTR. ഓക്കെ, നിസാൻ GTR R35 2017 മോഡൽ. ഓക്കെ, ഇത് അച്ഛൻ്റെയാണ്, അതൊക്കെ പിന്നെ എല്ലാം കൊണ്ട് കൊടുക്കാം. ഓക്കെ, അപ്പോൾ ഇതാണ് കേസ് വണ്ടി. ഓക്കെ, വണ്ടി ഒടുക്കത്തെ ലുക്കും ബാക്കി കാര്യങ്ങളൊക്കെയാണ്, നല്ല രസമാണ്. എർത്ത് എഡിഷനും കാര്യങ്ങളൊക്കെയാണ്, താറിൻ്റെ സ്പെഷ്യലാണ്. ഓക്കെ, അപ്പോൾ നമുക്കപ്പോൾ പോയി നമ്മുടെ GTR ഞങ്ങൾക്ക് ഇനി പോയി എടുത്തിട്ട് എന്തായാലും വരാം. ഓക്കെ, ഞാൻ എന്തായാലും GTR ഞങ്ങൾക്ക് എടുത്തിട്ട് വരാം. ഓക്കെ ഓക്കെ ഇവിടെ ഇപ്പോൾ എന്തായാലും GTR ഞങ്ങൾക്ക് എന്തായാലും ഞാൻ എടുത്തിട്ട് എന്തായാലും ഉണ്ട്. ഓക്കെ, GTR ഞങ്ങൾക്ക് തന്നെ കംപ്ലീറ്റ് റിപ്പയർ ചെയ്ത് വേറെ ലെവലാക്കി എടുത്തിട്ടുണ്ട്. ഇതും കൂടെ ഇട്ടിട്ട് നമ്മുടെ കാർ കളക്ഷൻസും ബാക്കി സംഭവങ്ങൾ ഫുള്ളായിട്ട് നമുക്ക് നോക്കണം. ഓക്കെ, അതിനായിട്ടാണ് ഞാൻ ഇപ്പം ഈ വണ്ടി പോയി എടുത്തത്. ഓക്കെ, എൻ്റെ മോനെ GTR വേറെ ലെവൽ സാധനമാണ്. ഓക്കെ, നമുക്കെന്തായാലും നൈസായിട്ട് എന്തായാലും ഇതും കൊണ്ട് എന്തായാലും നേരെ എന്തായാലും കിടക്കാം. ഓക്കെ, അച്ഛൻ്റെ വണ്ടികളൊക്കെ അവിടെ എന്തായാലും നിൽക്കുകയാണ്. ഓക്കെ, അതെന്തായാലും നമുക്ക് എടുത്ത് എന്തായാലും മാറ്റിങ്ങളൊക്കെ എന്തായാലും ഇടാം. ഓക്കെ, എന്നിട്ട് അതെന്തായാലും എടുത്ത് മാറ്റിയിട്ടിട്ട് നമുക്ക് എന്തായാലും നൈസായിട്ട് എന്തായാലും നമ്മുടെ വണ്ടികളൊക്കെ നൈസായിട്ട് നമുക്ക് എന്തായാലും അങ്ങോട്ട് എന്തായാലും കയറ്റിയിടണം. ഓക്കെ, നമ്മളെന്തായാലും നൈസായിട്ട് GTR തൽക്കാലത്തേക്ക് ഇവിടെ പാർക്ക് ചെയ്ത് അതൊന്ന് ഞാൻ എടുത്തൊന്ന് മാറ്റണ്ടേ ഗൈസ്. ഓക്കെ, എന്നിട്ട് നമുക്ക് ബാക്കി കാര്യങ്ങളൊക്കെ എന്തായാലും നോക്കാം. ഓക്കെ ഓക്കെ ഞാൻ അങ്ങനെ നൈസായിട്ട് എന്തായാലും ഫെറാറിങ്ങളൊക്കെ ബാക്ക് എടുക്കുകയാണ്. ഓക്കെ, ഇത് അച്ഛൻ വന്ന് എപ്പോഴും എടുത്തുകൊണ്ട് പോകും, ഇങ്ങോട്ട് നീക്കിയിട്ടിരിക്കുക. ഓക്കെ, അച്ഛൻ്റെ വണ്ടിയാണ്, സൂപ്പർ വണ്ടിയാണ്. ഓക്കെ, നമുക്ക് നമ്മുടെ GTRങ്ങളൊക്കെ അങ്ങോട്ട് പാർക്ക് ചെയ്ത് എന്തായാലും ഇടാൻ കൈസ്. ഓക്കെ, അപ്പോൾ ഒടുക്കത്തെ ലുക്ക് കാര്യങ്ങളൊക്കെ ആയിരിക്കും കൈസ്. ഓക്കെ, ആകുമ്പോൾ വിഷയമായിരിക്കും പാർക്ക് ചെയ്ത് അവിടെ ഇടുമ്പോഴും. ഓക്കെ, അപ്പോൾ നമുക്ക് നൈസായിട്ട് എന്തായാലും നമ്മുടെ GTRങ്ങളൊക്കെ കയറിയിട്ടുണ്ട്. ഓക്കെ, എന്നിട്ട് നമുക്ക് വണ്ടികളൊക്കെ നൈസായിട്ട് അങ്ങോട്ടൊക്കെ ചേർത്ത് പാർക്ക് ചെയ്തിടാം. ഓക്കെ, ഓ മാൻ ഒടുക്കത്തെ ലുക്കാണ് നമ്മുടെ GTRന്. ഓക്കെ, നമ്മുടെ കാർ കളക്ഷനിൽ ഏറ്റവും സൂപ്പറായിട്ടുള്ള GTR ആണ്. ഓക്കെ, നമ്മൾ പിന്നെ ഒരു കിടുക്കാച്ചായിട്ടുള്ള സ്പെഷ്യൽ എഡിഷൻ GTR എടുക്കുന്നതാണ്, ഒരു കിടുക്കാച്ച കളറായിട്ടുള്ള. ഓക്കെ, സർപ്രൈസാണ് അതൊക്കെ, നമ്മൾ ഉടനെ എടുക്കുന്നതാണ്. ഓക്കെ, പിന്നെ ഈ ഒരു താറുകളൊക്കെ ഞാൻ വിൽക്കുകയും കാര്യങ്ങളൊന്നും തന്നെയല്ല, ഇത് എൻ്റെ പേഴ്സണൽ വണ്ടിയായിട്ട് എടുക്കുന്നതാണ്. ഓക്കെ, ദാറ്റ് ഈസ് മൈ പേഴ്സണൽ വെഹിക്കിൾ. ഓക്കെ, എൻ്റെ മോനെ ആളെ വിഷയമായിട്ടുണ്ട്. ഓക്കെ, താറിൻ്റെ ടയർ തിരിഞ്ഞിരിക്കുകയാണ്, അത് കുഴപ്പമില്ല. ഓഫ് മാൻ സൂപ്പറായിട്ടുണ്ട് നമ്മുടെ കാർ കളക്ഷൻസും ബാക്കി സാധനങ്ങളെല്ലാം കിടക്കാച്ചായിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ എല്ലാം നൈസായിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഗായ്സ്, അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോകളൊക്കെ എന്തായാലും ഇത്രയേ ഉള്ളൂ. ഓക്കെ, അപ്പം ഏതാണ് അടുത്തൊരു കിടിലൻ വീഡിയോ ആയിട്ട് കാണുന്നവരൊക്കെ എല്ലാവരും ഗുഡ് ബൈ. പിന്നെ ഇതിലിട്ട് ആരെങ്കിലും ലൈക്ക് ചെയ്യാത്തുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ എടുത്തുള്ള ബെല്ലേക്ക് കൂടെ എനേബിൾ ചെയ്ത് എൻ്റെ വീഡിയോസ് അപ്പോൾ നോട്ടിഫിക്കേഷൻ ആയിട്ട് എനേബിൾ ആവുന്നതാണ്. പിന്നെ നമ്മുടെ ഇന്നത്തെ ടാർഗറ്റ് എന്ന് വെച്ചാൽ 30-50 ആണ്. ഓക്കെ, അപ്പം എല്ലാവർക്കും ഗുഡ് ബൈ, ടേക്ക് കെയർ.